തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാശുപത്രിയിൽ ഒരു നവജാത ശിശു ഇന്നലെ മരിച്ചു. അത് ചികിത്സാ പിഴവാണ് എന്ന് കുടുംബം ആരോപിച്ചു. 6 മണിക്കൂർ ശക്തമായ വേദനയോട് മല്ലടിച്ചിട്ടും സ്വന്തം അരുമ കുഞ്ഞിന് നഷ്ടമായ വേദനയിൽ നിന്ന് ആ അമ്മ ഇനിയും മോചിക്കപ്പെട്ടിട്ടില്ല. ഈ 2 സ്റ്റിച്ചാണ് നോർമൽ ഡെലിവറിക്ക് ചെയ്ത ഇതുകൊണ്ട് സിസേറിനുണ്ട്. അവര് ശരിക്കും അവര് പഠിച്ചെന്ന് വേണം പറയാൻ. നാലരയ്ക്ക് രാവിലെ പ്രസവത്തിൽ കൊണ്ട് ചെന്ന് 11 മണിയായപ്പോൾ വെള്ളം പൊട്ടിപ്പോയിട്ട് ഇവർ അവിടെ ഇട്ട് പുഷ് ചെയ്യുന്നു. എന്തോ ഒരു സാധനം പൊട്ടി പുഷ് ചെയ്യുന്ന സാധനം ഇവരെ കഴിഞ്ഞ് പിടിപറ്റിയെന്ന് അകത്ത് വരുന്ന രാവിലെ പ്രസവിച്ചോള് പറഞ്ഞത്. അങ്ങനെ അകത്ത് കയറി എന്നിൻ്റെ ഇടയിൽ പറ്റുന്ന തന്നെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ അവൾ പറഞ്ഞു, ഈ പ്രസവിച്ചോള് പറഞ്ഞതാണ്. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് ഈ അവസ്ഥയിലായിരുന്നു. ഇപ്പൊ അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അവരുടെ ആരോഗ്യനിലയിൽ എനിക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ കുറെ മുറിവുകളുണ്ട്. ആ മുറിവുകൾ ഇഷ്ടംപോലെ മുറിവുണ്ട്. ഒരു ചുറ്റും താഴോട്ടും ഒക്കെ ഉണ്ട് മുറിവ്. നോർമൽ പ്രസവത്തിന് വേണ്ടി ട്രൈ ചെയ്ത മുറിവൊന്നും സിസേറിയന് വേണ്ടി 2 മുറിവുണ്ട്. ശരിക്കും ആ ഒരു 5-6 മണിക്കൂർ ആ കുട്ടി ശരിക്കും അനുഭവിച്ചു. 5-6 മണിക്കൂർ കൊണ്ട് 4 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയത്. ഏറ്റവും 2:20 അവിടെ നിന്ന് സിസേറിയൻ ചെയ്യാൻ കൊണ്ടുവന്ന് ഒരു 5 മണിയാകും സിസേറിയൻ ചെയ്ത് അവിടെ വച്ച് കൊച്ചനുഭവിക്കാൻ തുടങ്ങിയത്. ഒരുപാട് കഷ്ടപ്പെട്ടു. അനീതി തന്നെയാണ് സംഭവിച്ചത്. തന്നെയാണ് സംഭവിച്ചത്. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞിന് നല്ല ആരോഗ്യവും അതിൻ്റെ തലേ ദിവസം തന്നെ സ്കാനിങ് ചെയ്ത് ആ സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് പിറ്റേന്ന് പ്രസവം ഇല്ലെന്നുണ്ടെങ്കിൽ 11 മണിയാകുമ്പോൾ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഈ 2:20 വരെ അവരവിടെ ഇട്ടിരുന്നതാണ്. ഒരുപാട് കേസുകളുണ്ടായിരുന്നു. ഒരുപാട് കേസുകളുണ്ട്. എത്ര കേസുണ്ടായിരുന്നു? ഒരു 8 കേസുണ്ടെന്ന് തോന്നുന്നു. 2-3 കേസ് ഞങ്ങൾ ഈ പറഞ്ഞപ്പോഴത്തന്നെ ഒരു 4-5 കേസ് ആൾക്കാർ വന്നു അവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായത്തെ കുറിച്ച് മുമ്പ് വല്ല ധാരണ ഉണ്ടായിരുന്നു? ഈ ഡോക്ടർ ഇങ്ങനെ കുഴപ്പക്കാരിയാണ് എന്ന് നമുക്ക് വല്ല അറിവുണ്ടായിരുന്നു? ഞങ്ങൾ ആദിവാസി കാണിച്ചായിരുന്നു. ഞങ്ങൾക്ക് അത്ര അറിവില്ലായിരുന്നു. എങ്കിലും ചിലതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആണെന്ന് കൂടെ ഇട്ടിരുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച അതായിരിക്കും കാര്യമെന്ന്. പക്ഷെ അതല്ല, സത്യമാണെല്ലാം അറിയാം. ഇവരുടെ പേര് ബിന്ദു സുന്ദർ. എത്ര വയസ്സ് പ്രായമുണ്ട്? കണ്ടു കഴിഞ്ഞാൽ 30-40 വയസ്സ്. ചെറുപ്പക്കാരിയാണ്. ഇവരെങ്ങനെയാണ് ഈ പൈസ ചോദിക്കുന്ന രീതി? എങ്ങനെയാണ് പൈസ ചോദിക്കുന്നത്? പ്രസവത്തിന് മുമ്പ് 5000 രൂപ കൊണ്ടുവന്ന് അവരെ ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഏൽപ്പിച്ചില്ല. അതിന് മുമ്പ് മോനോട് 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്.
എന്ന് പറയുന്നു. ചെക്കപ്പിന് പോകുമ്പോൾ വാങ്ങിയിരുന്നു. അത് കാരണം ഈ പ്രസവത്തിന് തൊട്ട് മുമ്പ് കൊടുത്തില്ല. അത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ രീതി അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പിഴവ് നമ്മൾക്ക് വന്നു. പ്രസവത്തിന് മുമ്പ് 5000 കൊടുക്കുക, കഴിഞ്ഞതിന് ശേഷം പിന്നെയും കൊടുക്കുക. അല്ലല്ല, പ്രസവത്തിന് മുമ്പിൽ ഞാൻ ചെക്കപ്പിന് ചെല്ലുമ്പോഴൊക്കെയാണ് കുറേ ഈ 10,000 രൂപ കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 5000 രൂപ പ്രസവത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവിടെ കൊടുക്കണം എന്ന് പറയുന്നു. അത് പക്ഷേ ഈ 5000 നമ്മൾ കൊടുക്കാത്ത കൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടിവിടെ കഷ്ടപ്പെടുത്തിയതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതായത് മുമ്പ് അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ചെക്കപ്പുകളിലും കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. നോർമൽ എന്നൊരു കുഴപ്പം. പിന്നെ ഇടയ്ക്ക് ഒരു കുഞ്ഞിന് ഒരു ടൈമിൽ, അതായത് ലാസ്റ്റും കൊണ്ടാണ് പറഞ്ഞ കുഞ്ഞിന് വളർച്ച കൂടുതലെന്ന് പറയും. അപ്പൊ ഉണ്ണി അവൾ അന്യത്ത് പറഞ്ഞ് ചിലപ്പോൾ അവർ സിസേറിയൻ ചെയ്യുമായിരിക്കാം. കാരണം പിന്നെ അത് കഴിഞ്ഞ് ഈ 16ാമത് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വളർച്ച കുറവ്. 2 പേർക്ക് 2 ഫൈൻഡിങ്സ് ആണ് അവർ പറയുന്നത്. ഒരാളുടെ അടുത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എന്നും, അവളുടെ അടുത്ത് അങ്ങനെ. പക്ഷേ അവർ കറക്റ്റ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവർ കറക്റ്റ് പറയണം. അതുവരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ കുഴപ്പമില്ല, കുഞ്ഞ് ഓക്കെയാണ്, നോർമലാണ്, പിന്നെ ചെയ്യുന്ന പറഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇത്ര എന്നിട്ട് അവർക്ക് പറയാൻ പറ്റും എന്നിട്ട് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റുമോ? കാരണം അവർക്കല്ലേ അറിയാവൂ ഫൈൻഡിങ്സ് എന്താണെന്ന്. അവരല്ലേ നോക്കുന്നത്, അവരാണ് കറക്റ്റ് പറഞ്ഞു തരാറ്. അവർ പറഞ്ഞുള്ള അറിവാണ് നമുക്കുള്ളത്. ഇത് വെളുപ്പാങ്കാലം 4 മണി മുതൽ 11 മണി വരെ ശരിക്കും പ്രസവവേദന അനുഭവിച്ചു ഈ കുട്ടി അല്ലേ? എന്നിട്ട് 11 മണിക്കാണ് വേറെന്തോ ഒരു ചെയ്തു എന്ന് പറയുന്നല്ലോ. എന്താ ഒരു 11 മണി വരെ അവര് ചെയ്ത് നോക്കും. 11 മണി നോർമൽ നോക്കിയിട്ട് 12 മണിക്കോ എങ്ങാണ്ട് അവര് സിസേറിയൻ ചെയ്യാന്നാണ് ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ നെടുമ്പങ്ങാട് ഹോസ്പിറ്റലിൽ കൊച്ചിന്റെ അമ്മ പറയുന്നതാണ് എല്ലാം വാക്യൂം ഡെലിവറി. അതായത് വാക്യൂം എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു കപ്പാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ്. സാധാരണ അത് വളരെ എമർജൻസി ആയ കാര്യങ്ങൾ മാത്രം, അത് എപ്പോഴും അത് ചെയ്യത്തില്ല. അങ്ങനെയാണ് ഞാൻ വായിച്ച് കേട്ടിട്ടുള്ളത്. എന്തായാലും നമ്മൾ കുഞ്ഞ് വരാത്ത സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് പറഞ്ഞ് എല്ലാവർക്കും അവിടെ 2-3 പേർക്ക് അവൾ കണ്ടത് ഈ സാധനം ഉപയോഗിച്ചു എന്നാണ്. അതായത് ഇവക്കും അവരത് അപ്ലൈ ചെയ്തു. അതായത് ഈ സത്യം പറഞ്ഞാൽ അവർ പരമാവധി നോർമൽ ഡെലിവറിക്ക് അവർ കുട്ടിയെ ട്രൈ ചെയ്തു. അവര് പക്ഷേ ഈ സാധനം അവര് വലിച്ചു. കുഞ്ഞിന്റെ തല പുറത്ത് വന്നോന്ന് അറിയത്തില്ല. പക്ഷെ അവര് എന്തോ ചെയ്തു. ഒന്നിനും അവര് വിട്ടതാണോ അതോ ഇനി പിടിവിട്ടു. 2:20 വരെയൊക്കെ ഇതായിരുന്നു പരിപാടി. 2:20 വരെ. അതായത് 11 മണി കഴിഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്യണ്ടവര്. 12 മണി വരെ സിസേറിയൻ ചെയ്തിരുന്നു. 2 പേര് സേഫ് ആയിരുന്നു. ഇവര് പറഞ്ഞ തല ഇവിടെ എങ്ങനെ എല്ലില്ല അങ്ങനെ എന്തോ കുരുങ്ങി കിടന്നു സംഭവം. ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ശരിക്കും പറഞ്ഞ ആ ഡോക്ടറുടെയും കൂടെ പ്രവർത്തിച്ചവരുടെയും ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? തീർച്ചയായിട്ടും. കാരണം അവര് ഡിലേ ചെയ്യാൻ കാരണം അവര് തന്നെ ഒരു ടൈം സെറ്റ് ചെയ്തതല്ലേ. 11 മണി വരെ നോക്കി പിന്നെ നമുക്ക് 12 മണിയാകുമ്പോൾ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെന്തിനും നോർമൽ ഡെലിവറിക്ക് ഇത്ര റിസ്ക് എടുത്ത് വാക്യൂം ഡെലിവറി ഉപയോഗിച്ചു. നമ്മൾ അവരുടെ താഴെ അതിന്റെ പ്രൊസീജിയർ ചെയ്തിട്ട് കുഞ്ഞിനെ അവർ എന്തായാലും വലിച്ചിട്ടുണ്ടാകും. എടുത്ത് കുഞ്ഞൊന്ന് സ്റ്റക്കായി പോയതാണ്. അപ്പൊ അവര് ഡോക്ടറല്ലേ, അവർക്കറിയത്തില്ല അത് എങ്ങനെയാണ്. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സിസേറിയൻ ചെയ്യാം. വേറെ കാരണം ഒന്നില്ലെങ്കിൽ മറ്റൊന്നാണ്. നോർമലിന് പറ്റാത്തത് കൊണ്ടല്ലേ സിസേറിന് പോകുന്നേ. അപ്പൊ അവര് തന്നെ അത് ചെയ്തിട്ട് അവർ അത്രയും എന്തിന് 2:20 വരെ അതിനെ കൊച്ചിനെ പരമാവധി അവർ ടോർച്ചർ ചെയ്തു അതിനകത്ത്. ഇതിനിടയ്ക്ക് നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അവരെന്ത് പറഞ്ഞു? അപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ടൊന്നും ആയില്ല. അപ്പൊ അവര് പറയുന്നത് കുറച്ചുകൂടെ ആവട്ടെ, കുറച്ചുകൂടെ നോക്കാം. അധികവും ചോദിക്കുമ്പോൾ 1-2 പ്രാവശ്യം ചോദിക്കും. പിന്നെ അവർ ദേഷ്യപ്പെടും. അതുകൊണ്ട് ഞങ്ങളും കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ സമാധാനത്തിലാണ് പുറത്തിരുന്നത്. അപ്പൊ എന്റെ അമ്മയാണ് അകത്തുനിന്ന്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുമ്പോ അവര് പറയുന്നത് ഡോക്ടർ പറയുന്നത് കുറച്ചുകൂടെ നോക്കട്ടെന്ന് ഡോക്ടർ പറയുന്നു. ഇപ്പൊ നമുക്ക് ഈ അമ്മയുടെ ആരോഗ്യനില, അമ്മയ്ക്ക് 2 സ്റ്റിച്ചാണ് നോർമൽ ഡെലിവറിക്ക് ചെയ്ത ഇതുകൊണ്ട് സിസേറിനുണ്ട്. അപ്പൊ അവര് ശരിക്കും പഠിച്ചെന്ന് വേണം പറയാൻ. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടും അവര് സർജറി ചെയ്തു. സ്റ്റിച്ച് ഉണ്ട്. കാരണം അവര് ഓപ്പൺ ചെയ്തു കുഞ്ഞ് വരാനായിട്ട്. എന്നിട്ടാണ് വാക്യൂം ഉപയോഗിച്ചത് തന്നെ. അവിടെ അതും അത് കഴിഞ്ഞ് എമർജൻസി ആയിട്ട് ചെയ്ത സിസേറിയൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഒരു ഭാഗ്യം. ഒരു സിസേറിയൻ തുടങ്ങിയ ബ്ലഡിന് ഭയങ്കരമായിട്ട് ഒരു
ഒരു വെപ്രാളമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഉള്ളു കാന്തി, ഇനി അമ്മയും പോയാ. അപ്പൊ അവര് ബ്ലഡ് വന്നിട്ട് അവര് നമുക്കറിയാം സ്റ്റാഫിന്റെ ആ സമയത്ത് ഒരു വെപ്രാളം കണ്ടപ്പം നമുക്ക് ഉള്ളുകൊണ്ട് തോന്നിയോ തള്ളയും പോയി. ശരിക്കും ആ സമയത്ത് ബ്ലഡൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്ത് തള്ളയെ നമുക്ക് കിട്ടി. ഇപ്പം അവരുടെ ആരോഗ്യനില എങ്ങനെയാ? ആള് ഫിസിക്കലി അറിയാലോ എങ്ങനെയാണെന്ന്. മെന്റിന് എപ്പോഴാണ് സ്റ്റേബിൾ, എന്നാലും രണ്ടുപേരും നമുക്ക് സ്റ്റേബിൾ ആണെന്ന് പറയാം. പക്ഷെ അവരുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും സ്റ്റേബിൾ അല്ല. പിന്നെ ഈ ഡോക്ടർ സാധാരണ രീതിയിൽ 5000 വെച്ച് വാങ്ങിയെന്ന് പറയണേ, അത് അവരുടെ ഒരു റേറ്റ് ആണ്. ഇതിന് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ കാശ് കൃത്യമായിട്ട് കൊടുക്കണമെന്ന്. പക്ഷെ ഇതിപ്പോ റൂട്ടീൻ ചെക്കപ്പിന് പോയൊരു റെഡി ആയിട്ടാണ് പോകുന്നത്. ഡെലിവറി ആയിട്ട് പോകുന്നെങ്കിൽ പോവാം. ഇതിപ്പോ റൂട്ടീൻ ചെക്കപ്പിന് പോയൊരു പൈസയും കൊണ്ടാണ് പോകുന്നത്. പിന്നെ പിന്നെ നടന്ന കാര്യമൊക്കെ ഇവര് പല പല ഇതല്ലേ, സെക്ഷൻ അല്ലേ. ഞങ്ങളും എങ്ങനെയാണ് നടന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അവർക്കേ അറിയാവുള്ളൂ. ഇത് ഇവിടുത്തെ ആദ്യത്തെ ഒരു കേസാണല്ലേ ആ ഹോസ്പിറ്റലിൽ പോകുന്നത്? കാരണം എന്ന് വെച്ചാൽ അടുത്ത ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്ക് കൂടെ ആർക്കും പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് പോകാമല്ലോ. ഇപ്പൊ അല്ലെങ്കിൽ തൈക്കാട് പോകണമെങ്കിലും അങ്ങ് പോകുന്നെങ്കിൽ രണ്ടുപേരില്ലാതെ പോകാൻ പറ്റത്തില്ല. ഇപ്പൊ അവർക്ക് എപ്പം നമുക്ക് എന്തെങ്കിലും വേറെ ആവശ്യത്തിനോ ജോലിക്കോ എല്ലാം പോകുമ്പോൾ അവർക്കൊരു ചെക്കപ്പിന് പോകണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് പോകാം. അതാണ് ശരിക്കും അങ്ങനെയാണ് എല്ലാവരും കരുതുന്ന നെടുമങ്ങാട് പോകുന്നത്, അടുത്ത ഹോസ്പിറ്റലായോണ്ട്. അല്ലാതെ നമ്മൾ അവിടെ പോകും, യാത്രാ സൗകര്യം ഉണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എവിടെ പോകുമോ? എന്തായാലും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയാണ് ഈ കുടുംബം. മാത്രമല്ല ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിലേ വരുത്തി വെച്ച ആ സൂപ്രണ്ടിന്റെ എന്താണ് ഒരു നടപടിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്? തലറങ്ങി വീണെന്നോ ഒപ്പിട്ടില്ലെന്നോ അങ്ങനെ പോസ്റ്റ്മോർട്ടം വൈകിക്കുന്നു എന്നൊരു അറിവാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവര് ക്ലിയർ ചെയ്തു എന്ന് പറയുന്നത്. അതും പല പല വഴികളിലൂടെ ട്രൈ ചെയ്യുമ്പോഴാണ്, അല്ലാതെ ന്യായമായി ഒന്നും ചെയ്യുന്നില്ല. എത്രത്തോളം അവരെ കാല് താങ്ങാം അത്രയും അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യണത്. ട്രൈബൽ ഓഫീസർ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അവരെല്ലാരും വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഇവര് ട്രൈബൽ ഓഫീസിനെ അവര് വിളിച്ചു എന്ന് പറയുന്നു. അവർ രാവിലെ വന്നു, ഓഫീസർ രാവിലെ വന്നു. ഇത് പോയിട്ട് പ്രൊമോട്ടർ, നമ്മൾ ST പ്രൊമോട്ടർ ഉണ്ട്, അവര് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്. അപ്പൊ അവര് വരെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് സൂപ്രണ്ട്. എന്നിട്ട് അവരാണ് ചിലപ്പോ ഇന്നലെ അവരെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയും ചെയ്തത് കൊണ്ട് അവരതുകൊണ്ട് ഡിലേ ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഒരു സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ 3-6 മാസം കഴിയുമ്പോഴേക്ക് അവര് തിരികെ വരുന്നത്. ഞങ്ങൾ പറഞ്ഞ സസ്പെൻഷൻ അല്ല, അവർക്ക് ടെർമിനേഷൻ വിത്ത് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക, അല്ലാതെ വേറെ എന്ത് കളി. ഇത് ആദ്യത്തെ കേസൊന്നും അല്ല. നമുക്ക് ഈ ഓരോ ന്യൂസ് വരും പല കമന്റ് വായിച്ചാൽ അറിയാം അവര് കാരണം അനുഭവിച്ച ഓരോരുത്തരും പറയുന്ന. അവർ ചോദിക്കുന്നത് ഇവർ ഇതുവരെയും കളയാറായില്ല, അവരെടുത്ത് കളയാറായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ആദ്യത്തെ ഒരു നടപടി അവധിയിൽ പ്രവേശിക്കുക എന്ന നിർദ്ദേശമായിരുന്നു ആരോഗ്യവകുപ്പ് നൽകിയത്. തുടർന്നാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ 2 തവണയായി 10,000-ഓളം രൂപ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ള മറ്റൊരു ആരോപണം കൂടി വന്നപ്പോഴാണ് ഡോക്ടർ ബിന്ദു സുന്ദറിന് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അറിയില്ല. ആരുടെ ഭാഗത്താണ് ശരിക്കും തെറ്റ് എന്നതിനെക്കുറിച്ച് മീഡിയയ്ക്ക് വ്യക്തതയില്ല. എന്തായാലും നഷ്ടപ്പെട്ട ആ കുടുംബത്തിൻ്റെ വൈകാരികമായ അഭിപ്രായങ്ങളും അവരുടെ വേദനയുമൊക്കെയാണ് നമ്മൾ പാലോടുള്ള നിരഞ്ജനയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ കണ്ടത്. തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ഏതാനും ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് കഴിയുമെങ്കിൽ ആ ഡോക്ടറുടെ അഭിപ്രായം കൂടി അറിയാൻ ശ്രമിക്കാം. മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളെ അറിയുക, അതിനെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്ക് ജനകീയമായ ഇത്തരം വിഷയങ്ങളിൽ, സെൻസേഷണൽ ഇഷ്യൂസിൽ ഒരു പക്ഷത്തെ അഭിപ്രായം മാത്രമെടുത്ത് വിശകലനം ചെയ്ത് സംസാരിക്കുക, ഒരുപക്ഷെ അത് പ്രായോഗികം അല്ല, അത് ശരിയാവില്ല. മറ്റൊരു വശത്ത് ഇതുപോലുള്ള ഒരു ഡോക്ടറിനെ നമ്മളെപ്പോലുള്ള ഒരു മീഡിയ ചെന്ന് കാണുക എന്ന് പറയുന്നതും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. ഡോക്ടർക്ക് പറയാനുള്ളത് എന്ത് എന്ന് നമുക്കറിയില്ല.